Good morning students. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് മെഷർമെൻറ്റ് ഓഫ് റിസ്ക്. എങ്ങനെ നമുക്ക് റിസ്ക് മെഷർ ചെയ്യാം അല്ലേ? നമുക്ക് റിസ്ക്കും റിട്ടേണും ഐഡൻറ്റിഫൈ ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് എന്തെടുക്കാൻ പറ്റുള്ളൂ, ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് റിസ്ക് ആണ് നോക്കുന്നത്. ബീറ്റ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. അതായത് റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫിനാൻസിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ ഈസ് എ മെഷർ ഓഫ് ഇവാലുവേറ്റ് ചെയ്യുന്നു. Beta is a measure of the volatility or systematic risk. Systematic risk evaluate ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമാണ് ബീറ്റ എന്ന് പറയുന്നത്. ഓഫ് എ സെക്യൂരിറ്റി ഓർ പോർട്ട്ഫോളിയോ കമ്പയർഡ് ടു മാർക്കറ്റ് ആസ് എ ഹോൾ. നമ്മൾ ബീറ്റ ഉപയോഗിച്ച് റിസ്ക് മെഷർ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആയിരിക്കും പറയുക. ഒരു പോർട്ട്ഫോളിയോയിലെ റിസ്ക് പറയുക മാർക്കറ്റിലുള്ള മൊത്തത്തിലുള്ള റിസ്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയുക. Thus, beta indicate the sensitivity of return on shares with the return of the market. അപ്പം ബീറ്റ പറയുന്നത് ഇൻഡിക്കേറ്റ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇത് സെൻസിറ്റിവിറ്റി, എത്രത്തോളം സെൻസിറ്റീവ് ആണ് ഓഫ് ദി റിട്ടേൺ, അതായത് എത്രത്തോളം റിട്ടേൺ കിട്ടും ആസ് കമ്പയർഡ് ടു മാർക്കറ്റ്. മാർക്കറ്റിൽ നമുക്കറിയാം എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാവും എന്നല്ലേ, ആ ചേഞ്ചസ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പറയും എത്രത്തോളം റിട്ടേൺ നമ്മുടെ ഷെയറിന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിന് കിട്ടും, അല്ലെ നമ്മുടെ പോർട്ട്ഫോളിയോക്ക് കിട്ടും, സെക്യൂരിറ്റിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. റിട്ടേൺ മീൻസ് റിസ്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രത്തോളം റിട്ടേൺ ഉണ്ടാവും എന്ന്. അവിടെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ റിസ്ക് അല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് റിട്ടേൺ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം എന്തറിയണം, റിസ്ക് അറിയണം. ഓക്കെ, ദി ബീറ്റ വാല്യൂ 1 ഈസ് ദി ബെഞ്ച് മാർക്ക്. 1നെ വെച്ചിട്ടാണ് ബീറ്റ വാല്യൂ 1 എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഷെയർ ദി ഓൾ എഗൻസ്റ്റ് വിച്ച് ഓൾ ഷെയർ ബീറ്റ ആർ മെഷേർഡ്. അതിനെ ബേസ് ചെയ്തിട്ട് 1നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതായത് ബീറ്റയെ കമ്പയർ ചെയ്യുന്നത്. ബീറ്റ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് കമ്പയർ ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് of a security or portfolio compared to market as a whole. This beta indicates the sensitivity of the return on shares with the return on market. അപ്പം ബീറ്റ എന്തിനെയാണ് വ്യക്തമാക്കുന്നത്, സെൻസിറ്റിവിറ്റി ഓഫ് റിട്ടേൺ ഓൺ ഷെയർസ് വിത്ത് ദി റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്. മാർക്കറ്റിലെ മൊത്തത്തിലുള്ള റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റിക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത് ത്രൂ കൂടെ റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്. ദി ബീറ്റ വാല്യൂ 1 ഈസ് ദി ബെഞ്ച് മാർക്ക്. ഒന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈ ഇത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം നെക്സ്റ്റ് സ്ലൈഡിൽ. അതായത് നമ്മൾ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അഗ്രസീവ് ഷെയർസ് എന്നാണ് പറയുക. ദിസ് മീൻസ് ഷെയർസ് ടെൻഡ് ടു ഗോ ഫാസ്റ്റർ ദാൻ മാർക്കറ്റ് ഈസ് റൈസിങ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൽ ഏറെ ചേഞ്ചസ് ഉണ്ടാകുന്ന, മാർക്കറ്റിൽ റിസ്ക് ഉണ്ടാകുന്നതിൽ ഏറെ റിസ്ക് ഉണ്ടാകുന്ന, അല്ലെ റിട്ടേൺ ഉണ്ടാകുന്നതിൽ ഏറെ റിട്ടേൺ ഉണ്ടാകുന്ന ഷെയർസിൻ്റെ ആയിരിക്കും ബീറ്റ 1ൽ കൂടുതൽ ആയിരിക്കും. ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1, ദറ്റ്സ് അഗ്രസീവ് ഷെയർസ്. ദെൻ ബീറ്റ ഈസ് ലെസ് ദാൻ 1, ഡിഫെൻസീവ് ഷെയർസ്. വളരെ സ്ലോ ആയിട്ട്, അതായത് സ്മോളർ ദാൻ ആവറേജ് ഗെയിൻ ദി റൈസിങ് മാർക്കറ്റ്. മാർക്കറ്റിൽ ഉണ്ടാകുന്നതിലേറെ കുറഞ്ഞിട്ടുള്ള റിട്ടേണും റിസ്ക്കും ഒക്കെ ഉള്ള ഷെയർസ് ആണ് ഡിഫെൻസീവ് ഷെയർസ്. അതിൻ്റെയാണ് ബീറ്റ 1ൽ താഴെ ആയിരിക്കുന്നത്. ദെൻ ബീറ്റ ഈസ് ഈക്വൽ ടു 1, 1ന് ഈക്വൽ ആണ് നാച്ചുറൽ ഷെയർസ്. അതായത് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ച് അത്രത്തോളമൊക്കെ തന്നെ മാറ്റങ്ങൾ മാത്രം ഉണ്ടാകുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കും ബീറ്റ 1 ഉള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ബീറ്റ എന്താണെന്ന് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ ഇതിൻ്റെ അകത്ത് പ്രോബ്ലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വൺ ഓഫ് ദി എന്താണ് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡൽസിൽ വരുന്നതാണ്. പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ആ പോർട്ട്ഫോളിയോ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ട്. മാർക്കോയിസ് തിയറി, ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽസ്,
അങ്ങനെയുള്ള n നമ്പർ ഓഫ് തിയറീസ് ഉണ്ട്. അതിൽ ഒന്നാണ് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 1-2 പഠിക്കാനുള്ളൂ. നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 10 നമ്പർ ഓഫ് പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ. നിങ്ങളുടെ സിലബസിൽ ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. അതുപോലെ മാർക്കോസ് തിയറിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ 2 മോഡൽസ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡൽസ് ആണ്. ഇത് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ CAPM ഡിസ്ക്രൈബ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ ദി അസറ്റ്. നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കിന് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ബീറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ, സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പം സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും ഓഫ് ദി അസറ്റിൻ്റെ റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവ തമ്മിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ ഉപയോഗിക്കുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയും. പർട്ടിക്കുലർലി സ്റ്റോക്കിൻ്റെയാണ്. CAPM ഈസ് വാൾഡ്ലി യൂസ്ഡ് ത്രൂ ഔട്ട് ഫിനാൻസ് ഫോർ പ്രൈസിങ് ഓഫ് റിസ്കി സെക്യൂരിറ്റീസ്. റിസ്കി സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മോഡൽ നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. ആൻഡ് ജനറേറ്റിംഗ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ അസറ്റ്സ് ഗിവിംഗ് ദി റിസ്ക് ഓഫ് ദോസ് അസറ്റ്സ് ആൻഡ് ദോസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ജനറേറ്റിംഗ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ ആൻ അസറ്റ് ഗിവൺ ഇൻ ദി റിസ്ക്, നൽകപ്പെട്ടിട്ടുള്ള റിസ്കിൽ നിന്നുകൊണ്ട് എത്രത്തോളം എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടുമെന്ന് നമ്മൾ ത്രൂ ദിസ് മോഡലിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിക്കുക. ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ ഡിസ്ക്രൈബ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ അസറ്റ്, പർട്ടിക്കുലർലി സ്റ്റോക്കിൻ്റെ വേണമാണ്. ദെൻ ഈ ഒരു സെൻറ്റൻസ് ഇവിടെ വരെ പഠിക്കുക കേട്ടോ, കാണാണ്ട്. ദെൻ വൈഡ്ലി യൂസ്ഡ് ത്രൂ ഔട്ട് ഫിനാൻസ് ഫോർ പ്രൈസിങ് റിസ്കി സെക്യൂരിറ്റീസിനെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ. അപ്പോൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡൽസ് ആണ് എന്നത് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. n നമ്പർ ഓഫ് മോഡൽസ് ഉണ്ട്. അതിൽ ഒരു മോഡൽസ് തന്നെയാണ് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽസ് എന്ന് പറയുന്നത്. അസംഷൻസ് ഓഫ് ദിസ് മോഡലാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള. കുറച്ച് അസംഷൻ്റെ പുറത്താണ് നമ്മൾ ഈ മോഡൽസ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആർ എ വെൽത്ത് മാക്സിമൈസേഴ്സ് ഹൂ സെലക്ട് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെൽത്ത് മാക്സിമൈസേഴ്സ് ആണ്. ദാറ്റ് മീൻസ് അവർ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും വെൽത്ത് ധനം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കൂടാനായിട്ട് നോക്കുന്നവരായിരിക്കും. എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റിസ്കിനെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ദർ ഇസ് എ റിസ്ക് ഫ്രീ റേറ്റ് അറ്റ് വിച്ച് ഇൻവെസ്റ്റ് മേ ഐദർ ലെൻഡ് ഓർ ബോറോ. നമ്മളൊരു റിസ്ക് ഫ്രീ റേറ്റിൻ്റെ മേലെ ആയിരിക്കും. ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെയുള്ള റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്നാണ് പറയുക. ആ റേറ്റിൻ്റെ മേലെ ആയിരിക്കും ബോറോ ഓർ മണി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആണ് റിസ്ക് അവേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരല്ല, അവോയ്ഡ് ചെയ്യാൻ തയ്യാറുള്ളവരാണ്, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ദി സെയിം എക്സ്പെക്ടേഷൻ റിലേറ്റഡ് ടു ദി മാർക്കറ്റ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം എക്സ്പെക്ടേഷൻ ആയിരിക്കും, പ്രതീക്ഷയായിരിക്കും റിലേറ്റഡ് ടു ദി മാർക്കറ്റ്. എല്ലാവർക്കും മാർക്കറ്റിനെ കുറിച്ച് ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷൻ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. ഓൾ ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ഫുള്ളി ഡൈവേഴ്സിബിൾ ആൻഡ് ക്യാൻ ബി സോൾഡ് അറ്റ് എനി ടൈം ഇൻ ദി മാർക്കറ്റ് പ്രൈസ്. എല്ലാ ഫിനാൻഷ്യൽ അസറ്റും നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഡിവിസിബിൾ ആണ്, വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. ദർ ഈസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ദർ ഈസ് നോ ടാക്സ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നുമില്ല, അതുപോലെ ടാക്സ് ഒന്നും ഇല്ല എന്നുള്ള. നോ ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിറ്റീസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദി മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് അല്ല ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റിസ്ക്കും റിട്ടേണും ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഈസ് ഫ്രീലി ആൻഡ് ഇൻസ്റ്റൻ്റ്ലി അവൈലബിൾ ടു ഓൾ ഇൻവെസ്റ്റേഴ്സ്. ഇതെല്ലാ ഇൻവെസ്റ്റേഴ്സിനും എപ്പോഴും എന്ത് ചെയ്യും, മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. ഈ ഒരു അസംഷൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. 1, 2, 3 പോയിന്റ്സ് ബൈ ഹാർട്ട് ആക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ് ആണ്, ഇൻവെസ്റ്റേഴ്സ് ആർ വെൽത്ത് മാക്സിമൈസേഴ്സ് ആണ്, ദർ ഈസ് നോ ടാക്സ്, ട്രാൻസാക്ഷൻ കോസ്റ്റ്, ദർ ഈസ് നോ ടാക്സ് എന്നുള്ള ഈ ഒരു 4 പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ,
ദെൻ ഈ ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡലിന് ഒരു ഇക്വേഷൻസ് ഉണ്ട്, ഒരു ഫോർമുല ഉണ്ട്. ഈ ഒരു ഫോർമുല കൂടെ പറഞ്ഞാലാണ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് ഇവോൾവ്ഡ് എ വേ ടു മെഷർ ദി സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് ഇവാലുവേറ്റ് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുക. ഷേർപ്പ് എന്ന് പറയുന്ന ആളാണിത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൗണ്ട് ദാറ്റ് ദി റിട്ടേൺ ഓൺ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഓർ പോർട്ട്ഫോളിയോ ഓഫ് റിസ്ക് ഷുഡ് ബി ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ആ സെൻറ്റൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ബൈ ഹാർട്ട് നോക്കണ്ട. സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് RI ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ, ഇത് ബീറ്റ ഇൻറ്റു RM മൈനസ് RF എന്നാണ് വരിക. വേർ RI എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. RI എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണിനെയാണ് നമ്മൾ RI എന്ന് പറയുന്നത്. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. റിസ്ക് ഫ്രീ റേറ്റിനെയാണ് RF എന്ന് പറയുന്നത്. ദെൻ ബീറ്റ എന്ന് പറയുന്ന ബീറ്റ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്. RM മൈനസ് RF എന്ന് പറയുന്ന മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആണ്. അതായത് ഞാൻ ഒന്നോടെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. RI എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ NPVയും IRRും കഴിഞ്ഞ പ്രാവശ്യം FM-ൽ പഠിച്ച സമയത്ത് നിങ്ങളൊരു കാൽക്കുലേഷൻ ചെയ്തിരുന്നല്ലോ, ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് 1 രൂപയ്ക്ക് എത്ര രൂപേൻ്റെ കുറവുണ്ടാവും അടുത്ത പ്രാവശ്യം, അല്ല 1 രൂപയ്ക്ക് 10% നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം 0.909 ആയിരുന്നു വാല്യൂ. ആ ഓർമ്മയുണ്ടായ ഒരു ടേബിൾ, അവിടെ ആ 10% പറയുന്നത് എന്താണ്? റിസ്ക് ഫ്രീ റേറ്റ് ആണ്. അതായത് 0.909 എന്ന് പറയുന്നത് അതിൻ്റെ നേരെയുള്ള പെർസെൻറ്റേജ് എത്രയാണ്? 10%. അതായത് 0.909 എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് കിട്ടും, റിസ്ക് ഫ്രീ റേറ്റ് ആണ്. അങ്ങനെ വരുന്ന റേറ്റിനെയാണ് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ടായിരിക്കും. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ, റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ ഒരു എക്സ്റ്റെൻറ്റിന് അപ്പുറമായിരിക്കും എന്ത് ചെയ്യുന്നത്? റിസ്ക് ഉണ്ടായിരിക്കും. അതാണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് റിസ്ക്. ബീറ്റ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? റിസ്കിനെയാണ്. നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലെ, സിസ്റ്റമാറ്റിക് റിസ്കിന്. ദെൻ RM മൈനസ് RF. RM എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ ആണ്, മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. മാർക്കറ്റ് റിട്ടേൺ റേറ്റ് ആണ്, ഇത് റിട്ടേൺ ഓഫ് മാർക്കറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു എപ്പോഴും നമ്മൾ മാർക്കറ്റ് റിട്ടേൺ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. അപ്പം നമുക്ക് റിസ്ക് ഫ്രീ റേറ്റിന് എബോവ് ആയിട്ട് RM എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റിട്ടേൺ എത്രയാണ്? റിസ്ക് ഫ്രീ റേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്, എബോവ് ആയിട്ട് കിട്ടുന്നതിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. അതായത് റിസ്ക് ഫ്രീ റേറ്റിന് എബോവ് ആയിട്ട് നമുക്ക് ഇപ്പം ഈ 10% കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇതിന് ഒരു 12% കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് കഴിഞ്ഞാൽ ഈ 10% റിസ്ക് ഫ്രീ റേറ്റ് ആണെങ്കിൽ അതിന് ശേഷം കിട്ടുന്ന 2% എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് റിസ്ക് പ്രീമിയമാണ്. അതായത് നിങ്ങൾ റിസ്ക് എടുക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രീമിയമാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് PGക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇലാബറേറ്റ് ആയിട്ട് വൈഡായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ RI ഈസ് ഈക്വൽ ടു, RI എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു, ബീറ്റ എന്ന് പറഞ്ഞാൽ റിസ്ക് ഇൻറ്റു RM മൈനസ് RF. RM എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ ആണ് പറയുന്നത്, റേറ്റ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ ആണ്. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ഓക്കെ, ഞാൻ 1-2 കാര്യം സ്ലൈഡിൽ പറയുന്നുണ്ട്. The general idea behind capital assets pricing is that investors need to compensate in 2 ways. 2 രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യണം. 2 രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപരിഹാരം കിട്ടണം. ടൈം വാല്യൂ ഓഫ് ദി മണിയും റിസ്ക്കും. നിങ്ങളെടുക്കുന്ന റിസ്കിനും റിട്ടേൺ കിട്ടണം. അതുപോലെ ടൈം വാല്യൂ, സമയം പാസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മണി വാല്യൂ കുറയുന്നുണ്ടായിരിക്കും, അതിനുള്ളതും കിട്ടണം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് കിട്ടണം? നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കിട്ടണം. അപ്പം മാന്യു വാല്യൂ ഓഫ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ റിസ്ക് ഫ്രീ റേറ്റ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് NPV IRRും കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ച് ചെയ്തിരുന്നു. അപ്പോൾ മണി വാല്യൂ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ കാൽക്കുലേറ്റ് ചെയ്ത റേറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ഉറപ്പുണ്ടായിരുന്നു 10%, 12% എന്നൊക്കെ. ആ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം മണി വാല്യൂ
ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നതാണ് റിസ്ക് ഫ്രീ റേറ്റ് ഫോർമുല ആൻഡ് കോമ്പൻസേറ്റഡ് ദി പ്ലേസിംഗ് മണി ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് 10 വർഷത്തേന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 10 വർഷത്തേന് ആ ഒരു ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടൈം വാല്യൂ, പക്ഷെ ആ മണി ടൈം വാല്യൂ സമയം കടന്നുപോയ ആ ക്യാഷിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞു പോകും അല്ലെ. നമുക്കറിയാം ഫ്യൂച്ചറിൽ ഇന്നത്തെ 1 രൂപേന്റെ വില ഉണ്ടായിരിക്കില്ല, അടുത്ത വർഷം തന്നെ ഇന്നത്തെ 1 രൂപയ്ക്ക് 0.909 മാത്രമായിരിക്കും വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ 10% റേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ. അപ്പൊ നമുക്ക് അങ്ങനെ റിസ്ക് ഫ്രീ റേറ്റ്, അങ്ങനെയുള്ള റേറ്റിനെയാണ് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റും വേണം, അതോടൊപ്പം നമ്മുടെ മണിക്കുള്ള വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നതിന് അതിനൊരു നഷ്ടപരിഹാരം കിട്ടണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന റിസ്കിന് അഡീഷണൽ ആയിട്ടുള്ള റിസ്കിന് എന്ത് കിട്ടണം, ദി അതർ ഹാഫ് ഓഫ് ഫോർമുല റിസ്ക് ആൻഡ് കാൽക്കുലേറ്റഡ് ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ദി ഇൻവെസ്റ്റർ നീഡ് ടു ടേക്കിംഗ് അഡീഷണൽ റിസ്ക്. നിങ്ങൾ അഡീഷണൽ റിസ്ക് എടുക്കുന്നതിന് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടണം, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷന്റെ രണ്ടാമത്തെ പോർഷനിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം RM മൈനസ് RF എന്ന് പറയുന്നുണ്ട്. RM മൈനസ് RF, അതാണ് നമ്മൾ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് റിസ്ക് മെഷർ ബീറ്റ വിച്ച് കമ്പയർ ദി റിട്ടേൺ ഓഫ് അസറ്റ്സ് ടു ദി മാർക്കറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് കമ്പയർ ഇൻടു മാർക്കറ്റ് പ്രീമിയം ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയില്ലേ. ഇത് ജനറൽ ഐഡിയ ബിഹൈൻഡ് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ ഒരു ഇൻവെസ്റ്ററെ നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷനെ നമ്മൾ എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ഒരു ഇൻവെസ്റ്ററെ രണ്ട് രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യണം, അയാൾക്ക് രണ്ട് രീതിയിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടണം. ഒന്ന് അയാളുടെ മണി വാല്യൂവിനും രണ്ട് അയാൾ എടുക്കുന്ന റിസ്കിനും, അങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യണം കിട്ടണം. അപ്പം മണി വാല്യൂവിന് കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്നാണ് പറയുക. അതായത് നമ്മൾ പ്ലേസിംഗ് ആൻഡ് ഇൻവെസ്റ്റ് മണി പ്ലേസിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ എ പീരീഡ്. ദെൻ അതർ പാർട്ട് എന്ന് പറയുന്നത് അഡീഷണൽ റിസ്ക് എടുക്കുന്നതിന് നമുക്ക് അഡീഷണൽ പ്രീമിയം കിട്ടണം, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രീമിയം എന്നും പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും വൈഡായിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ, നിങ്ങളുടെ ഈ ഇക്വേഷൻ പുട്ട് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദി റിക്വയർഡ് റിട്ടേൺ ഓൺ ദി ഷെയർസ് ഇഫ് ദി റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് ഈസ് 11% ആൻഡ് ദി റിസ്ക് ഫ്രീ റേറ്റ് ഈസ് 6%. റെപ്രസെൻറ്റേറ്റ് ബീറ്റ വാല്യൂ 0.5, 1.0 ആൻഡ് 2.0. അപ്പോൾ ഷെയർസിന്റെ റിട്ടേൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ഷെയറിനും ഓരോ പേര് കൊടുക്കാം. അപ്പോൾ ബി ലിമിറ്റഡിന്റെ ബീറ്റ വാല്യൂസ് നമ്മൾ 0.5 എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. ദെൻ നമ്മുടെ ആൻസർ എങ്ങനെയാണ്, റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്, മാർക്കറ്റിന്റെ റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്, റിസ്ക് ഫ്രീ റേറ്റ് നമുക്ക് എത്രയാണ്, 6 ആണ് അല്ലേ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ. അപ്പോൾ നമുക്ക് പറയാം RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF എന്നാണ് ഇക്വേഷൻ. അപ്പോൾ RF എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്ന, റിസ്ക് ഫ്രീ റേറ്റ്, അത് എത്രയാണ് 6% പ്ലസ് ബീറ്റ ഞാൻ ഇവിടെ ഇട്ടാണ് ഇൻഡ്യൂ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ബീറ്റ കൊടുക്കാം. ബീറ്റ എത്ര വേണമെങ്കിൽ 0.5, റെപ്രസെൻറ്റേറ്റീവ് ആദ്യത്തെ ഷെയറിന്റെ ബീറ്റ ഇൻറ്റു. ഇനി അടുത്തത് മാർക്കറ്റ് റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് എത്രയാണ്, 11% ആണ്. അപ്പോൾ 11% മൈനസ് 6%. 6% എന്താണ്, RM ആണ് റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്. 11% മൈനസ് 6 എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ് 6. അപ്പോൾ എത്ര വരും, 8 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8.5 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഇക്വേഷനും കൂടി ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് സി ലിമിറ്റഡിന്റെ എടുക്കുകയാണെങ്കിൽ 6%. വെറുതെ ഞാനൊരു നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടാണ്. സി ലിമിറ്റഡ് എന്ന് പറയുന്ന അടുത്ത ബീറ്റ വാല്യൂ ഓഫ് R അടുത്തത് 1 ആണ്. 1 വരെയാണ് 6% പ്ലസ് ഇവിടെ നിങ്ങൾക്ക് 1 വേണേ ഇടാം, ഇവിടെ ഇട്ടാലും തെറ്റില്ല. നിങ്ങളുടെ ഇക്വേഷനിൽ എവിടെയാണ് ബീറ്റ വന്നിട്ടില്ല, 11% മൈനസ് 6%, 11% ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മൂന്നാമത്തെ അടുത്തതിൻ്റെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ച് തന്നിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിംഗ് മോഡലിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് എല്ലാവരും നോക്കുക ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിംഗ് മോഡൽ. ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലം കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷനും ഞാൻ വൈഡായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ.